ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സുജാതയെ പോലെ ഒരു പാർട്ട്ണർ തനിക്ക് ഉണ്ടായതിന്റെ സന്തോഷം എത്രത്തോളമാണ് എന്ന് രഘു എല്ലാവരും കേൾക്കെ പറയുന്നു. സുജാത ഇപ്പൊ എന്നോട് പറഞ്ഞല്ലോ, എല്ലാത്തിനും അയാളെ ഞാൻ മുന്നിൽ നിർത്തി എല്ലാ അധികാരങ്ങളും സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ അയാൾക്ക് ഞാൻ നൽകുന്നുണ്ട് എന്ന്. സത്യത്തിൽ അയാളെ അയാളാക്കി മാറ്റിയത് ഞാനാണ് എന്നൊക്കെ. എന്നാൽ അതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള സത്യാവസ്ഥ. കാരണം അയാളുടെ കഴിവും അയാൾ എത്ര നല്ല ആളാണെന്നും എനിക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ അയാളുടെ കഴിവുകൾ മനസ്സിലാക്കിയ ഞാൻ അതിന് അയാളെ സപ്പോർട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും ഞാനായിട്ട് അയാൾക്ക് എന്തെങ്കിലും സ്വാതന്ത്ര്യം അനുവദിക്കുകയോ അയാളെ എന്തെങ്കിലും നിർബന്ധിച്ച് ചെയ്യിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് രഘു സുജാതയെ കുറിച്ച് അറിയിച്ചു. പിന്നെ എന്റെ ജീവിതത്തിൽ എന്റെ പാർട്ട്ണറെ കുറിച്ച് പറയാനായിട്ട്, എന്റെ പാർട്ട്ണർ എങ്ങനെയായിരിക്കണമെന്ന് പറയാൻ, എല്ലാ പുരുഷന്മാരുടെയും ജീവിതത്തിൽ അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ട് മുഹൂർത്തമുണ്ട്, രണ്ട് കാര്യങ്ങൾ. അത് ഒന്നെന്തെന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന പെൺകുട്ടിയെക്കുറിച്ച്, അതൊന്നാമത്തെ കാര്യം. രണ്ട്, അവൾ തനിക്ക് കുഞ്ഞിനെ സമ്മാനിക്കാൻ പോകുമ്പോൾ അവൾ തനിക്ക് സമ്മാനിക്കുന്ന ആ കുഞ്ഞിനെ ഒന്ന് കാണാനായിട്ടും അപ്പോൾ അവളുടെ അവസ്ഥയെക്കുറിച്ചുമൊക്കെ ഓർത്ത് ലേബർ റൂമിന് മുന്നിൽ കാത്തു നിൽക്കുന്ന നമ്മളുടെ ആ ഒരു സാഹചര്യം. ആ രണ്ട് സിറ്റുവേഷനാണ് സത്യത്തിൽ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ അയാൾ ഏറ്റവും കൂടുതൽ ടെൻഷനോടെ ഇരിക്കുന്നതും പ്രാർത്ഥനയോടെ ഇരിക്കുന്നതും അയാൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന മുഹൂർത്തങ്ങൾ. അതാണ് എൻ്റെ ജീവിതത്തിലും ആ രണ്ട് കാര്യങ്ങളാണ്. എന്നാൽ എല്ലാവരും പറയും, നല്ലൊരു പെൺകുട്ടിയെ, മഹാലക്ഷ്മിയെ പോലെ ഒരു പെൺകുട്ടിയെ നിനക്ക് കിട്ടട്ടെ എന്ന് എല്ലാവരും ആഗ്രഹിക്കുകയും എല്ലാവരും അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ മഹാലക്ഷ്മിയെ പോലെ ഒരു പെണ്ണ് എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ മഹാലക്ഷ്മി തന്നെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് എത്തിയത്. ആ ആളാണ് എൻ്റെ സുജാത എന്ന് പറഞ്ഞ് സുജാതയെ ചേർത്ത് പിടിച്ച് രഘു സംസാരിച്ചു. അങ്ങനെ അതെല്ലാം കേട്ടല്ലാതെ നിന്നപ്പോൾ ഉടനെ രഘു പറഞ്ഞു, അതെ, ഇനി എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഫംഗ്ഷന്റെ കേക്ക് മുറിക്കാം. എൻ്റെ ഭാര്യയെക്കുറിച്ചും അയാൾ എന്നെക്കുറിച്ചും എല്ലാവരും കേൾക്കെ വളരെ നന്നായി നല്ല രീതിയിൽ സംസാരിച്ചല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയും ഈ സന്തോഷം നമുക്ക് അങ്ങനെ ഒരു കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് നിന്ന ശ്രുതി പറഞ്ഞു, അതെ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ, അങ്കിളിന്റെയും ആന്റിയുടെയും ഈ സ്നേഹം, നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ പരസ്പര സ്നേഹവും പരസ്പര സൗഹൃദവും അത് മറ്റുള്ളവർ കണ്ട് അവരുടെ ജീവിതത്തിൽ അത് ആക്കുന്നില്ലല്ലോ എന്നതാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുമ്പോൾ എല്ലാവരും, പ്രത്യേകിച്ച് ജീവനെ അറിയാവുന്നവരെല്ലാം ജീവന്റെ മുഖത്തേക്ക് നോക്കി, ജീവനാകെ കലിപ്പോടെ എല്ലാവരെയും നോക്കി അങ്ങ് നിന്നു. അപ്പോഴാണ് ഇനി കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് രഘുവും സുജാതയും കൂടി കേക്ക് കട്ട് ചെയ്ത് അതിൽ നിന്ന് ഓരോ പീസ് രണ്ടുപേരും പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കുന്നു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ആ കേക്ക് കട്ടിങ്ങിൽ പങ്കുചേരുമ്പോൾ അവിടെയുള്ളവർക്ക് എല്ലാവർക്കും ശരവണൻ കേക്ക് പീസ് കട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ ആ കേക്ക് പീസിലൊന്ന് ജ്യോതി തന്റെ കൂട്ടുകാരനായ മനുവിന് സമ്മാനിക്കുന്നു. മനു അത് വാങ്ങി കഴിക്കുന്നതോടൊപ്പം തന്നെ ജ്യോതിക്കും അതിലൊരു പീസ് നൽകി. ഇതെല്ലാം കണ്ടുകൊണ്ട് മനുവിന്റെ കൂട്ടുകാരൻ ആകെ ദേഷ്യത്തോടെ പിന്നിൽ നിന്ന് മനുവിനെ നോക്കുമ്പോൾ അവർ രണ്ടുപേരും തമ്മിലുള്ള ഈ സ്നേഹപ്രകടനങ്ങൾ തൊട്ടപ്പുറത്ത് മാറി നിൽക്കുന്ന ജീവൻ ആകെ ദേഷ്യത്തോടെ നോക്കി. ജ്യോതി തന്നെ നോക്കുന്നുവെന്ന് മനസ്സിലാക്കിയ നിമിഷം ജ്യോതിയും മനുവും തമ്മിലുള്ള ആ ബന്ധം അത് ഒട്ടും ഇഷ്ടപ്പെടാത്ത ദേഷ്യത്തിൽ അങ്ങനെ നോക്കുകയാണ് അവിടെ നിന്ന ജീവൻ. ഈ സമയത്ത് തന്റെ മുഖത്ത് വല്ലാത്ത ഇറിറ്റേഷൻ തോന്നുകയും വല്ലാതെ ചൊറിച്ചിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് ആകെ വിഷമത്തോടെ മുഖത്ത് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നിയത് നിത്യ വേഗം തന്നെ റൂമിലേക്ക് പോകാൻ തുടങ്ങി. നിത്യ തന്നെ മുഖത്ത് നിന്ന് വല്ലാതെ ചൊറിഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് കണ്ട് ജീവൻ വളരെ സന്തോഷത്തോടെ അങ്ങനെ പുഞ്ചിരിച്ചു വെക്കുമ്പോൾ നിത്യയുടെ മുഖം വല്ലാതെ ചുമക്കുന്നത് കണ്ട് സുജാത ചോദിച്ചു, എന്താ എന്താ മോളെ പറ്റിയത്? അപ്പോഴേക്കും ജീവൻ പറഞ്ഞു, അമ്മേ, അത് പിന്നെ നിത്യ പറഞ്ഞിരുന്നില്ലേ നിത്യയ്ക്ക് മേക്കപ്പിന് അലർജി ഉണ്ട് എന്ന്, അതാ അമ്മേ എന്ന് ജീവൻ സപ്പോർട്ട് ചെയ്യും വിധം പറഞ്ഞപ്പോൾ ഞാനൊന്ന് മുഖം പോയൊന്ന് വാഷ് ചെയ്തിട്ട് വരാമേ എന്ന് പറഞ്ഞ് നിത്യ നേരെ റൂമിലേക്ക് കയറി പോകുന്നു. നിത്യ മുറിയിലേക്ക് പോകുന്നത് കണ്ട് സുജാത ആകെ ടെൻഷനിലായി. നിത്യ റൂമിലെത്തി മുഖം വേഗം വാഷ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നിത്യയെ കാണാനായി പുറത്ത് ജീവൻ കാത്തു നിൽക്കുന്നു. ജീവൻ ഉടനെ തന്നെ നിത്യയോട് ചോദിച്ചു, എന്താടി, എന്തു പറ്റി? നീ മുഖത്ത് ഇത്രമേൽ മേക്കപ്പ് ഒക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി നിന്നിട്ടും നീ കാണാൻ ആഗ്രഹിച്ചത് നിനക്ക് കാണാൻ കഴിഞ്ഞില്ല അല്ലേടി എന്ന് ചോദിച്ചപ്പോൾ ദേഷ്യത്തോടെ അരികിലേക്ക് വന്ന നിത്യ പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറയാം.
നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടി നൽകാൻ എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. പക്ഷേ നിങ്ങളോട് ഞാൻ ഇങ്ങനെയൊക്കെ പ്രതികരിക്കാതിരിക്കുന്നത് അത് എൻ്റെ നാണക്കേട് കൊണ്ടോ എൻ്റെ ഭയം കൊണ്ടോ അല്ല. മറിച്ച് നാളെ ഇങ്ങനെ താഴെ ഇതുപോലൊരു ഫംഗ്ഷൻ നടക്കുന്നു. അതിനെക്കുറിച്ചൊരു ബോധം എനിക്കുള്ളത് കൊണ്ട് മാത്രമാണ് എന്ന് നിത്യ പറയുമ്പോൾ ജീവൻ പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറയാം. അച്ഛൻ താഴെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചും ഒക്കെ ഘോരഘോരം പറയുന്നത് കേട്ടു. പക്ഷേ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എൻ്റെ കാഴ്ചപ്പാടിൽ സ്ത്രീ എന്നും പുരുഷന്റെ അടിമ തന്നെയാണ്. ചവിട്ടും തൊഴിയും ഇടിയുമൊക്കെ കൊള്ളാൻ അനുഭവിക്കാനായി വിധിക്കപ്പെട്ടവൾ, കണ്ണീരോടെ കാൽച്ചുവട്ടിൽ കിടക്കേണ്ടവൾ എന്ന് പറഞ്ഞപ്പോൾ നിത്യ പറഞ്ഞു, അതെ, നിങ്ങളുടെ ധാരണ അങ്ങനെയായിരിക്കാം. എന്നാലേ നിങ്ങൾ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ധാരണ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കി തന്നതും നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാക്കി തന്നതും അതാരാണ്? അത് എവിടെ നിന്നാ വന്നതെന്നറിയാമോ? അത് ഇതുപോലെ നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തികൾ, നിങ്ങൾ ഈ കാണിക്കുന്ന പോലെയും ചെയ്യുന്ന പോലെയും ഒക്കെ ഓരോരുത്തരെ കാണിച്ചു കൂട്ടിയപ്പോ അന്ന് അത് പ്രതികരിക്കാതെ അതെല്ലാം സഹിച്ചും ശ്രമിച്ചും നിങ്ങൾ പറഞ്ഞതുപോലെ കരഞ്ഞ് കാൽച്ചുവട്ടിൽ കിടന്ന് ആ സ്ത്രീകളാണ് അങ്ങനെയൊക്കെ ആക്കി തീർത്തത്. എന്നാൽ അന്ന് ആരെങ്കിലും ഒരാൾ നിങ്ങളെപ്പോലുള്ള ഇതുപോലെയുള്ള ക്രൂരമായ പ്രവർത്തികൾ ചെയ്തപ്പോ അതിനോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ, അന്ന് ആരെങ്കിലും ഒരാൾ മുഖമടച്ച് ഏതെങ്കിലും ഒരാളുടെ മുഖത്ത് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇതുപോലെ ഒരു ചിന്താഗതിയോ ഇങ്ങനെ ഒരു പ്രവൃത്തിയോ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞതും ജീവൻ പറഞ്ഞു, അതെ, നീ ഇത്ര വേഗം രോഷം കൊള്ളാനുള്ള കാരണം എന്താടി? താഴെ വന്നു നിൽക്കുന്ന നിന്റെ ആളുകളെ കണ്ടിട്ടോ? നിന്റെ കൊച്ചച്ഛൻ എന്ന് പറയുന്നവൻ കുറെ ആളുകളെ വിളിച്ചോണ്ട് വന്നിട്ടോ? എന്നാലേ അവരാരും എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ നിന്റെ അച്ഛൻ, ആ വലിച്ച് ഏകമുട്ടി നടക്കുന്ന നിന്റെ അച്ഛനുണ്ടല്ലോ, അയാളെ എന്നെ കണ്ടാലേ എൻ്റെ കാൽച്ചുവട്ടിൽ വന്ന് കിടക്കും. അയാളെ കൊണ്ട് ഞാൻ എൻ്റെ കാല് നക്കിപ്പിക്കും, മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോ ഉടനെ തന്നെ തന്റെ അച്ഛനെ കുറിച്ച് അങ്ങനെയെല്ലാം പറഞ്ഞത് കേട്ട് ആ നിമിഷം ദേഷ്യത്തോടെ നിത്യ ജീവന് നേരെ തിരിഞ്ഞു. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ അച്ഛനെ കുറിച്ച് മോശമായി പറഞ്ഞാലുണ്ടല്ലോ, മുഖമടച്ച് തീർത്ത ഞാൻ തരിക. സത്യത്തിൽ ഭർത്താവിന്റെ കാല് തൊട്ട് കാല് വണങ്ങി ജീവിക്കണമെന്നുള്ള ആ ഒരു പാഠമാണ് ഞാൻ പഠിച്ചു വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു സംസ്കാരത്തിലാണ് ഞാൻ വളർന്നത്. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യേണ്ട എനിക്ക് ഇത്തരം ചിന്തകൾ എന്റെ മനസ്സിലേക്ക് വരുന്നത് നിങ്ങളുടെ ഈ ദുഷിച്ച ചിന്താഗതിയും പ്രവൃത്തികൾ കൊണ്ടുമാണെന്ന് ദേഷ്യത്തോടെ നിത്യ പറഞ്ഞു. അപ്പോഴാണ് താഴെ ഫംഗ്ഷൻ നടക്കുന്നതിനിടയിൽ നിന്ന് സുജാത ആകെ ടെൻഷനോടെ രഘുവിനോട് പറഞ്ഞു, രഘുവേട്ടാ, നിത്യമോള് മുകളിലേക്ക് പോയിരിക്കുക, മേക്കപ്പിന്റെ അലർജി കൊണ്ടാണെന്നാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞത്. എടോ, താൻ ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് രഘു വേഗം മുകളിലേക്ക് പോന്നു. ഈ സമയത്ത് നിത്യയുടെ പിന്നാലെ ജീവനും അവിടേക്ക് പോയിട്ടുണ്ടെന്ന് രഘുവിനോട് സുജാത ഓർമ്മപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഉടൻ തന്നെ മുറിയിലേക്ക് മറ്റാരും വരില്ല എന്നുള്ള ആ ഒരു സംസാരത്തിലും ആ ഒരു പ്രതീക്ഷയിലും ജീവനും നിത്യയും മനസ്സ് തുറന്ന് അവർ പരസ്പരം അവരുടെ മനസ്സിലെ ദേഷ്യങ്ങളും അവരുടെ പറഞ്ഞു തീർക്കാനുള്ള അവരുടെ രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകളെ കുറിച്ചും അവർ സംസാരിച്ചു. ജീവൻ പറഞ്ഞു, ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും ശരി, നിന്നെ രക്ഷിക്കാനായിട്ട് ഇനി ആര് വരാൻ ആഗ്രഹിച്ചാലും ശരി, നമുക്കിടയിലുള്ള ഈ പ്രശ്നങ്ങൾ അവസാനിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ ചാകണം, അല്ലെങ്കിൽ നീ ചാകണം. അന്നേ ഈ പ്രശ്നങ്ങൾ അവസാനിക്കൂ എന്ന് ജീവൻ പറഞ്ഞപ്പോ ഉടനെ നിത്യ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, എന്തായാലും ഞാൻ ചാകില്ല. നിങ്ങളെ പോലെയുള്ള ഒരുവന്റെ ഈ വൃത്തികെട്ട കൈകൊണ്ട് ഞാൻ എന്തായാലും മരിക്കില്ല എന്ന് നിത്യ ജീവനോട് പറയുന്നു. ജീവനും നിത്യയും തമ്മിലുള്ള സംസാരം സ്റ്റെയർ കയറി മുകളിലേക്ക് വരുന്ന രഘു കേൾക്കാനിടയായി. അപ്പോഴേക്കും നിത്യ പറഞ്ഞു, കാരണമേ, സ്വന്തം അച്ഛനെയും അമ്മയെയും പോലും വകവയ്ക്കത്തില്ലാത്ത, അവരെ പോലും അനുസരിക്കില്ലാത്ത നിങ്ങളെപ്പോലെ ഒരുത്തന്റെ കൈകൊണ്ട് മരിക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിത്യ പറഞ്ഞു. അത് കേട്ട ഉടനെ ജീവൻ ചോദിച്ചു, അപ്പൊ അതിനർത്ഥം നീ എന്നെ കൊല്ലുമെന്ന് അല്ലേ എന്ന് ചോദിച്ചപ്പോ നിത്യ പറഞ്ഞു, നിങ്ങളെ കൊല്ലാനായിട്ടേ ആരോടെങ്കിലും പറഞ്ഞാൽ ആ നിമിഷം നിങ്ങളെ കൊല്ലാനായി ആഗ്രഹിച്ച് നടക്കുന്ന എത്രയോ ആളുകളുണ്ടെന്നറിയാവോ? കാരണം അത്രത്തോളം ആളുകളെയല്ലേ നിങ്ങൾ ദ്രോഹിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. നിങ്ങൾ അത്രയും ആളുകളെയല്ലേ മനസ്സ് വേദനിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജീവൻ ചോദിച്ചു, അത് ശരി, അങ്ങനെയാണല്ലേ? നിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ അച്ഛനും അമ്മയും പിന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഉണ്ടാവും. എന്നാലേ ഞാൻ ആരുടെയും വാക്കുകൾ കേൾക്കാനോ അനുസരിക്കാനോ പോകുന്നില്ല. അവരാര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഞാൻ ഒരിക്കലും അതിനെ
അനുസരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നിത്യ പറഞ്ഞു, അതെ, സ്വന്തം ജനിപ്പിച്ച അച്ഛനമ്മമാരെ പോലും മോശക്കാരാക്കി അവരെ പോലും അംഗീകരിക്കുകയോ അവരുടെ വാക്കുകൾ അനുസരിക്കുകയോ ചെയ്തില്ലാത്ത നിങ്ങളെ പോലെയുള്ള ഒരാളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് എനിക്കറിയാം. അപ്പോഴേക്കും ജീവൻ അരികിലേക്ക് എത്തി പറഞ്ഞു, അതെ, നീ ഇപ്പോ ഇത്രയ്ക്ക് അങ്ങോട്ട് രോഷം കൊള്ളാനേ നിന്റെ അപ്പനെ കുറിച്ചൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത് എന്ന് ദേഷ്യത്തോടെ പറയുമ്പോ ആ നിമിഷം നിത്യ ജീവന്റെ കോളറിന് കയറി പിടിച്ചു. എന്തു പറഞ്ഞടാ എന്ന് ചോദിച്ച് നിത്യ ദേഷ്യത്തോടെ സംസാരിക്കുകയും ജീവനോട് പറയുകയും ചെയ്തു, അതെ, ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ പഠിച്ച സംസ്കാരം ഭർത്താവിന് നേരെ ഇങ്ങനെ പ്രതികരിക്കുകയും ഇങ്ങനെ പെരുമാറുകയുമല്ല. പക്ഷേ കാല് തൊട്ട് വന്ദിച്ച് നിങ്ങളെ അനുസരിച്ച് ജീവിക്കേണ്ടിയിരുന്ന എൻ്റെ കൈകൾ കൊണ്ട് ഞാൻ നിങ്ങളുടെ കോളറിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വഭാവം കൊണ്ടാണ്, നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടാണ്. നിങ്ങളുടെ കോളറെ പിടിക്കാനുള്ള കൈനീളം എനിക്കില്ല എന്ന് നിങ്ങൾ ഒരിക്കലും കരുതണ്ട. എൻ്റെ ക്ഷമ നശിക്കുന്ന ദിവസം ഇതിനെല്ലാം ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഞാനത് പ്രതികരിക്കാതെ എല്ലാം കടിച്ചമർത്തി നിൽക്കുന്നത് എന്തുകൊണ്ടെന്നറിയാവോ? താഴെ നല്ലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെ ഒരാൾ, ഒരു സാഡിസ്റ്റായ നിങ്ങളെപ്പോലെ ഒരു മകൻ ഈ വീട്ടിലില്ലായിരുന്നെങ്കിൽ ആ പാവം അച്ഛനും അമ്മയ്ക്കും എത്ര സമാധാനം ഉണ്ടാകുമായിരുന്നു. ഈ വീട് എത്ര സന്തോഷകരമുള്ളതായി മാറുമായിരുന്നു. നിങ്ങൾ ഒരു നശിച്ച ഒരു ജന്മം ഇങ്ങനെയായി പോയില്ലേ? അതുകൊണ്ട് തന്നെയാണ് ഈ കുടുംബത്തിൽ ഇപ്പോഴും അസ്വസ്ഥതകളും പ്രശ്നങ്ങളും നിലനിൽക്കുന്നത് എന്ന് നിത്യ അറിയിച്ചു. പിന്നെ ഞാനിങ്ങനെയൊക്കെ പറയുന്നത് പോലും നിങ്ങൾ എന്നെ ഒരു നരകക്കുഴിയിലേക്ക് കൊണ്ടുവന്നിട്ടത് കൊണ്ട് തന്നെ. നിങ്ങൾ എനിക്കൊരു നരകമാണല്ലോ എനിക്ക് സമ്മാനിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇതെല്ലാം കേട്ട് നിന്ന രഘു എന്ത് പറഞ്ഞ് നിത്യ ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയാതെ ആകെ വിഷമത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഈ സമയത്ത് നിത്യ ജീവനോട് പറഞ്ഞു, ശരി, ഞാനേ ഇറങ്ങിപ്പോവാ. എന്തായാലും ഞാൻ ഫംഗ്ഷന് പോയി പങ്കെടുക്കട്ടെ എന്ന് പറഞ്ഞ് നിത്യ പോകാനായിട്ട് വാതിക്കലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ജീവന്റെ കോളറൊക്കെ റെഡിയാക്കി വെച്ച് ആരെങ്കിലും കണ്ടാൽ ഒരു സംശയം തോന്നാത്ത രീതിയിൽ എല്ലാം ശരിയാക്കി വെച്ചിട്ട് പോകാൻ തുടങ്ങുമ്പോൾ നിത്യയുടെ കയ്യിൽ ജീവൻ കടന്നു പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, ഞാൻ നിനക്ക് നരകമാണ് തന്നത് അല്ലേ? എന്നാ ഞാൻ നിന്നെ സ്വർഗം കാണിക്കട്ടെ എന്ന് ചോദിച്ച് നിത്യയെ ജീവൻ തൻ്റെ അരികിലേക്ക് നിർത്തുന്നു. എന്നിട്ട് നിത്യയുടെ അരികിലേക്ക് വന്ന് നിത്യയുടെ കയ്യിൽ കടന്നു പിടിച്ച് ആ വളകൾ ചേർത്ത് വെച്ച് നിത്യയുടെ കൈ അങ്ങ് ഞെരിച്ചു. ആ വേദന നിത്യ വിഷമത്തോടെ എൻ്റെ കൈ വിട് എന്ന് പറഞ്ഞ് വേദന കാരണം നിത്യ ബഹളം വെച്ചു. അപ്പോഴേക്കും അതൊന്നും കേട്ടില്ല എന്ന ഭാവത്തിൽ നിത്യയുടെ കയ്യിലെ ആ വള ചേർത്ത് വെച്ച് ഞെരിച്ചമർത്തിക്കൊണ്ട് ജീവൻ അങ്ങനെ നിന്നു. അപ്പോഴാണ് ഹോസ്പിറ്റലിൽ ഡെലിവറിക്കായിട്ട് പെയിൻ എടുത്തതുകൊണ്ട് വീണയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം എന്താണ് അവിടെ നിന്നുള്ള ലേബർ റൂമിൽ നിന്ന് ഡോക്ടറുടെ മറുപടി, ഡോക്ടർ പരിശോധിച്ചിട്ട് എന്താ സംഭവിച്ചത് എന്നറിയാതെ ആകെ ടെൻഷനോടെ നിൽക്കുകയാണ് രാമകൃഷ്ണനും ഹരിയും. അപ്പോഴേക്കും ഹരി ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട്. രാമകൃഷ്ണൻ ചോദിച്ചു, മോനെ, നമുക്കൊരു കാര്യം ചെയ്താലോ? അവരെ മുട്ടി വിളിച്ച് ചോദിച്ചാലോ എന്ന് ചോദിച്ചതും, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കത് ഇഷ്ടമായില്ലെങ്കിലോ? അത് ചിലപ്പോൾ നമ്മുടെ വീണയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ലേ? അതുകൊണ്ട് തന്നെ വീണയോട് അവരതിനുള്ള ഒരു നോട്ടക്കുറവ് കാട്ടിയാലോ? അതുകൊണ്ട് തൽക്കാലം ക്ഷമിച്ച് നമുക്ക് നിൽക്കാം അമ്മാവാം, കുറച്ചു നേരം കൂടി കാക്കാം എന്ന് പറഞ്ഞപ്പോൾ ആലീസും മെനിച്ചനും കൂടി വിവരം അറിഞ്ഞ് ഓടി അവിടേക്ക് എത്തി. എന്താ എന്താ വീണയ്ക്ക് പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് എന്തോ പ്രസവവേദന ഉണ്ടായതാണെന്ന് രാമകൃഷ്ണൻ അറിയിച്ചു. അത് കേട്ടപ്പോഴേക്കും ഉടനെ ആലീസ് ചോദിച്ചു, പ്രസവവേദനയോ? അതിന് മാസം തികഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ വേദന ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, നിങ്ങളിങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ആലീസ് ചോദിച്ചു, ടെൻഷൻ ആവേണ്ടെന്നോ? പിന്നെ ആരാ? ഞങ്ങൾ അല്ലാതെ പിന്നെ ആരാ ടെൻഷൻ ആവേണ്ടത് എന്ന് ആലീസ് ദേഷ്യപ്പെട്ടു. അത് കേട്ട ഉടനെ ഹരി ആകെ സംശയത്തോടെ രാമകൃഷ്ണനെ നോക്കി. ഉടനെ തന്നെ ബെന്നിക്ക് അപ്പോഴേക്കും ആകെ ടെൻഷനായി. ആലീസ് ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത് കേട്ടതോടെ ബെന്നി പറഞ്ഞു, അതെ, സംയുക്ത മേഡം വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ വിവരം അറിയുന്നത്. മേഡമാണ് കാര്യങ്ങളൊക്കെ അറിയിച്ചത്. എന്തായാലും ഞങ്ങൾ അപ്പോൾ തന്നെ ഇങ്ങ് പോരുകയായിരുന്നു. ആലീസ് ഫോണിലൂടെ വിളിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. ഞാനതാ വേഗം തന്നെ എത്തിയത്. എന്തായാലും ആലീസെ, നീ ഒന്ന് സമാധാനപ്പെട് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആലീസ് പറഞ്ഞു, ബെന്നിച്ച, നമുക്ക് ആ പള്ളിയിൽ ഞാനൊരു പുണ്യാളൻ്റെ ആ പള്ളിക്കൽ ഒരു 1001 മെഴുകുതിരി നേർന്നിട്ടുണ്ട്. അത് എത്രയും വേഗം പോയി കത്തിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആലിസെ, നീ ഒന്ന് സമാധാനപ്പെട്, ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് ബെന്നി സമാധാനത്തോടെ ആലിസിനെ അവിടെ പിടിച്ചിരുത്തി. അതിനുശേഷം ബെന്നി ലേബർ റൂമിന് അരികിലേക്ക് പോയി നോക്കിയിട്ട് നേരെ തിരിച്ച്
ഹരിയുടെ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, "അല്ല, ഇങ്ങനെ മാസം തികയാതെ നേരത്തെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ? അങ്ങനെ ഒരു നല്ലൊരു ആരോഗ്യമുള്ള ഒരു കുട്ടിയാണല്ലോ നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയും സ്വപ്നവുമൊക്കെ. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കുഞ്ഞിനുണ്ടായേക്കുവോ എന്ന് അതിനെക്കുറിച്ച് വല്ല ഡോക്ടറും പറഞ്ഞോ?" എന്നൊക്കെ ബെന്നി ചോദിച്ചു. അപ്പോഴേക്കും ഹരി പറഞ്ഞു, "എന്തായാലും നമുക്ക് സമാധാനിച്ചല്ലേ പറ്റുകയുള്ളൂ. എന്താണ് സംഭവിക്കുക എന്ന് അറിയില്ല. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നും അറിയില്ല. എന്തായാലും ഒന്ന് സമാധാനത്തോടെ ഇരിക്കെ" എന്ന് പറഞ്ഞു. "അല്ല, ഇത്രയും വെറുതെക്കാരായ നിങ്ങൾ പോലും ഇത്രത്തോളം ടെൻഷനാവുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് എന്തൊരു സമാധാനവും ആശ്വാസവും ഉണ്ടെന്നറിയുമോ?" എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ ലേബർ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. "അല്ല, ആരാ വീണയുടെ ആളുകളെന്ന് ചോദിച്ചതും രാമകൃഷ്ണനും ഹരിയും വന്ന് "ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ മോൾക്ക്? എന്താ പറ്റിയത്?" എന്ന് ചോദിച്ചു. "അതെ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇത് പ്രസവത്തിനായിട്ടുള്ള തയ്യാറെടുപ്പ് തന്നെയാണ്. അതിന്റെ ഒരു പെയിനായിപ്പോ വന്നത്. ആരും ആശങ്കപ്പെടേണ്ട" എന്ന് പറഞ്ഞപ്പോൾ ആലീസ് വന്ന് ചോദിച്ചു, "പ്രസവോ? അതിന് മാസം തികഞ്ഞൊന്നും ഇല്ലല്ലോ?" എന്ന് ചോദിച്ചു. ഉടനെ "മാസം തികയാതെയാണെങ്കിലും ഇപ്പോഴത്തെ ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം സിസേറിയൻ നടത്തിയേ പറ്റൂ" എന്ന് പറഞ്ഞു. അത് കേട്ടതും ആലീസ് ഞെട്ടി. "എന്ത്, കത്തി വെക്കാനോ?" എന്ന് ചോദിച്ച് "എൻ്റെ മാതാവേ" എന്ന് വിളിച്ച് ആലീസ് പൊട്ടിക്കരയുമ്പോൾ ഉടനെ ഡോക്ടർ പറഞ്ഞു, "അതെ, ഈ സ്ത്രീ അങ്ങോട്ടൊന്ന് മാറ്റി നിർത്തുവോ?" വേഗം തന്നെ ബെന്നിച്ചൻ ആലീസിനെ പിടിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് മാറുന്നു. ഈ സമയം ഹരിയോട് ഡോക്ടർ പറഞ്ഞു, "അതെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്രയും വേഗം സിസേറിയൻ നടത്തിയേ തീരൂ. എന്നാലേ കുഞ്ഞിനെയും അമ്മയും ഒരു കുഴപ്പവുമില്ലാതെ നമുക്ക് രക്ഷിക്കാൻ കഴിയൂ. അതോർത്ത് ആരും ടെൻഷൻ ആവണ്ട. എന്തായാലും സിസ്റ്റർ ഇപ്പോൾ വരും. ആ പേപ്പറിലൊന്ന് ഹസ്ബൻഡ് ഹരി സൈൻ ചെയ്ത് കൊടുക്കണമെന്ന്" പറഞ്ഞു. അതെല്ലാം കേട്ട് ശരിയെന്ന് പറഞ്ഞ് തലകുലുക്കി ഹരി അവിടെ നിൽക്കുന്നു. അതിനുശേഷം തന്റെ കൈകൾ വേദനിപ്പിച്ചതിന്റെ ആ ഒരു ആഘാതത്തിൽ കൈക്ക് വല്ലാതെ വേദന അനുഭവപ്പെടുന്നതുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കൂട്ടാക്കാതെ റൂമിൽ തന്നെ ഇരിക്കുകയായിരുന്നു നിത്യ. കുറെ നേരമായിട്ടും നിത്യയെ കാണാത്തതിന്റെ നിരാശയിൽ നിന്ന ആ സമയം നിത്യയ്ക്ക് എന്താ സംഭവിച്ചെന്നറിയാനായിട്ട് വേഗം നിത്യയെ കാണാൻ സദാനന്ദന് മുകളിലേക്ക് കയറി വന്നു. ഈ സമയം നിത്യയുടെ അരികിലേക്ക് വീണ്ടും എത്തിയ ജീവൻ നിത്യയോട് ദേഷ്യത്തോടെ പെരുമാറി. "നീ എന്താടി എന്നോട് പറഞ്ഞത്? എന്നെ നീ തല്ലുമെന്ന് അല്ലേ?" എന്ന് ചോദിച്ച്. "എന്നാ ഒന്ന് കാണട്ടടി" എന്ന് പറഞ്ഞ് നിത്യയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ആ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തുമ്പോൾ ആ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് സദാനന്ദൻ കയറി വരുന്നു.